നിങ്ങൾ ഏതെങ്കിലും മലയാള മത്സര പരീക്ഷയ്ക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നവരാണോ? എന്നാൽ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ വിശദമായ ഉത്തരങ്ങളുമാണ്. എല്ലാവർക്കും മലയാളം പഠിപ്പുരയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം ഇതാണ്. കൂടിയാട്ടം അവതരിപ്പിക്കുമ്പോൾ പശ്ചാത്തലമായി ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏത്? ഓപ്ഷൻ എ ചെണ്ട, ഓപ്ഷൻ ബി മദ്ദളം, ഓപ്ഷൻ സി ഇലത്താളം, ഓപ്ഷൻ ഡി മിഴാവ്. ഏതാണ് ഉത്തരം എന്ന് നിങ്ങൾക്കറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. കലകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മളെ മത്സര പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ കൂടിയാട്ടം എന്തായാലും എല്ലാവരും നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതിൻ്റെ ചടങ്ങുകളും വേഷങ്ങളും പിന്നെ അതിൻ്റെ വാദ്യോപകരണങ്ങളും എല്ലാം നമുക്കറിയേണ്ടതുണ്ട്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി മദ്ദളമാണ്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. പ്രസിദ്ധീകരണ വർഷമനുസരിച്ച് നാടകങ്ങളുടെ ക്രമം തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന നാടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, ബി ഭഗ്നഭവനം, സി മറക്കുടക്കുള്ളിലെ മഹാനരകം, ഡി ഋതുമതി, ഇ പുതിയ ആകാശം പുതിയ ഭൂമി. ഇതിൽ ഈ 5 നാടകങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ നാടകങ്ങളൊക്കെ ഏതൊരു മലയാളി വിദ്യാർത്ഥിയെ സംബന്ധിച്ചും അറിയുന്ന നാടകങ്ങളാണ്. ഇതിൽ കൊടുക്കാത്ത നാടകങ്ങളും നമ്മൾ നോക്കി വെക്കേണ്ടതുണ്ട്. എന്തായാലും ഇതിൽ കൊടുത്ത നാടകം പ്രധാനപ്പെട്ട നാടകമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെ നാടകങ്ങളാണ് അതിൻ്റെ വർഷങ്ങളും ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഇതിൽ ആദ്യത്തെ നാടകം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അത് ആരുതാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വി.ടി. ഭട്ടതിരിപ്പാടാണ്. അത് വർഷം 1929. പിന്നീട് അടുത്ത വർഷത്തിനനുസരിച്ച് പറയുകയാണെങ്കിൽ മറക്കുടക്കുള്ളിലെ മഹാനരകമാണ്. അത് MRB ആണ് എഴുതിയത്. 1930 ഇതിൻ്റെ വർഷം. പിന്നെ അടുത്തത് ഋതുമതിയാണ്. MT ഭട്ടതിരിപ്പാട് 1939. അടുത്തതായിട്ട് വരുന്ന ഭഗ്നഭവനാണ്. അത് N കൃഷ്ണപിള്ളയുടേതാണ്. 1942 ഇതിൻ്റെ വർഷം വരുന്നത്. പിന്നീട് വരുന്നത് പുതിയ ആകാശം പുതിയ ഭൂമി. അത് തോപ്പിൽ ഭാസിയാണ്. 1960. ഇങ്ങനെ എല്ലാ നാടകവും അതിൻ്റെ വർഷവും അതിൻ്റെ എഴുത്തുകാരെയും എന്തായാലും നമ്മൾ നോക്കേണ്ടതാണ്. ഇതിൽ വളരെ കുറച്ച് നാടകങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് എ ആണ്. അതായത് ACDBE. ആ കാലഗണന അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. കൃത്ത് എന്ന വിഭാഗത്തിൽ പെടാത്തത് ഏത്? അപ്പോൾ ഓപ്ഷൻ എ നെയ്ത്ത്, ഓപ്ഷൻ ബി പിടി, ഓപ്ഷൻ സി വാർഷികം, ഓപ്ഷൻ ഡി നടപ്പ്. അപ്പോൾ കൃത്ത് എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ ക്രിയയിൽ നിന്നും ഉണ്ടാകുന്ന നാമപദത്തെയാണ് നമ്മൾ കൃത്ത് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നെയ്ത്ത് അതൊരു ക്രിയാപദത്തിൽ നിന്നുമുണ്ടായ നാമപദമാണ്. പിടിക്കുകയിൽ നിന്നുമുണ്ടായതാണ് പിടി. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? കൃത്ത് പെടാത്തത് എന്താണ്? വാർഷികം ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി വാർഷികമാണ്. അടുത്തത് നോവലിലെ ചോദ്യമാണ് കേട്ടോ. ഒരു സന്ദർഭം തന്നിരിക്കുകയാണ്. കഷ്ടം, ആ പെണ്ണിന് സംബന്ധം തുടങ്ങുന്ന വിവരം അവളെ അറിയിച്ചിട്ട് വേണ്ടേ? ഈ വാക്യം ആരെക്കുറിച്ച് പറയുന്നതാണ്? ഓപ്ഷൻ എ ചെറുശ്ശേരി ഇന്ദുലേഖയെക്കുറിച്ച്, ബി ഇന്ദുലേഖ കല്യാണിക്കുട്ടിയെക്കുറിച്ച്, സി ലക്ഷ്മിക്കുട്ടിയമ്മ ഇന്ദുലേഖയെക്കുറിച്ച്, ഡി പാർവതിയമ്മ കല്യാണിക്കുട്ടിയെക്കുറിച്ച്. ഇത് ഏത് നോവലത്തെ ഭാഗമാണ് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് ചന്തുമേനോൻ എഴുതിയ നമ്മുടെ ഇന്ദുലേഖ എന്ന നോവലാണ്. അതായത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. അതിലൊരു സന്ദർഭമാണ് ഇത്. ഇതിൻ്റെ ഉത്തരം ബി ആണ്, ഇന്ദുലേഖ കല്യാണിക്കുട്ടിയെക്കുറിച്ച്. അപ്പോൾ ഓരോ നോവലും നമ്മൾ എത്രത്തോളം വായിച്ചിരിക്കണം എന്ന ഇതാണ് ഈ ചോദ്യം തരുന്നത് കേട്ടോ. ഇങ്ങനെ സന്ദർഭങ്ങൾ നമുക്ക് ചോദ്യത്തിൽ കാണാൻ പറ്റും. അടുത്ത ചോദ്യം. ശ്രീനാരായണ ഗുരുവിൻ്റെ രചനകളായ ആത്മോപദേശകം, മാനനമാല എന്നീ പ്രകാശിപ്പിച്ച ആദ്യത്തെ കാലമാസിക ഏതാണ്? വിദ്യാവിനോദിനി, വിദ്യാസംഗ്രഹം, സാമുദായ ദീപിക, വിവേകോദയം. ഇതിലെ എല്ലാ മാസികയും അതിൻ്റെ സ്ഥാപിച്ച ആൾക്കാരും ഇതിൻ്റെ കാലഘടനയൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഇതിൻ്റെ ഉത്തരം വിവേകോദയമാണ്. അത് സ്ഥാപിച്ചത് കുമാരനാശാനാണ് കേട്ടോ. അടുത്ത ചോദ്യം. വെഞ്ഞാറമൂട്ടിൽ കൊച്ചുനാരായണ പിള്ള സംഘടിപ്പിച്ച രംഗപ്രഭാത് എന്ന നാടക സംഘം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? സ്ത്രീ നാടകവേദി, കുട്ടികളുടെ നാടകവേദി, തനതു നാടകവേദി, ശാസ്ത്രീയ നാടകവേദി. ഇതിൻ്റെ ഉത്തരം ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ആൻസർ
കുട്ടികളുടെ നാടകവേദിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, നായ കഥാപാത്രമാകുന്ന കഥകൾ മാത്രം ഉൾപ്പെടുന്ന ഗണം ഇതിൽ നിന്നും കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെ നോക്കാം. എ ടൈഗർ ബഷീറിൻ്റെത്, ബി കുളിമുറി എം മുകുന്ദൻ, സി ഷെർലാക്ക് എം ടി വാസുദേവൻ നായർ, ഡി ഷേക്കുട്ടി ടി പത്മനാഭൻ, ഇ ഉടമസ്ഥൻ വിനോയ് തോമസ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ കഥകളിലാണ് നായ കഥാപാത്രമായി വരുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഓപ്ഷൻ എ ടൈഗറിൽ, ബഷീർ എഴുതിയ ടൈഗറിൽ നായ കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഡി ഷേക്കുട്ടി ടി പത്മനാഭൻ്റെ കഥയിലാണ്. പിന്നെ ഈ ഉടമസ്ഥൻ, ഈ കഥയിലാണ് നായ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ഉണരുന്ന ഉത്തരേന്ത്യ എന്ന യാത്രാവിവരണം ആരെഴുതിയതാണ്? ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എ കെ പി കേശവമേനോൻ, ബി എൻ വി കൃഷ്ണ വാര്യർ, സി എസ് കെ പൊറ്റക്കാട്, ഡി രാജൻ കാക്കനാട്. ഇതിൻ്റെ ഉത്തരം അറിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഉത്തരം ഏതാണെന്ന് വെച്ചാൽ ബി എൻ വി കൃഷ്ണവാര്യർതാണ് ഉണരുന്ന ഉത്തരേന്ത്യ. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. ഇത്തരം വീഡിയോകൾ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ.